ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ ശ്രേയ കരഞ്ഞുകൊണ്ട് ഹൈമാവതിയോടും ദേവയാനിയമ്മയോടും പറയുന്നുണ്ട്, മഹിയും കെങ്കയും ഒന്നിപ്പിക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കത്തില്ല. മഹിയേട്ടൻ എൻ്റേത് മാത്രമാണെന്ന് പറയുന്നു. ദേവയാനിയമ്മയും പറയുന്നുണ്ട്, മഹിയും കെങ്കയും ഞാനും ഒന്നിപ്പിക്കാൻ സമ്മതിക്കത്തില്ല. ശ്രേയയുടെ മാത്രമാണ് മഹി എന്ന് പറയുന്നു. ദേവയാനിയമ്മ പറയുന്നുണ്ട്, ഈ ഒരു കാര്യത്തിൽ ശ്രേയയോടൊപ്പം ഞാനും ഉണ്ടാകുമെന്നൊക്കെ. ശേഷം കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ ഗംഗയും മഹിയും മാളും താഴേക്ക് വരികയാണ്. അമ്പലത്തിൽ പോവുകയാണെന്ന് പറയുന്നു. ദേവയാനിയമ്മ പറയുന്നുണ്ട്, അത് നല്ല കാര്യമാണ്. കുറെ പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടായതല്ലേ, നിങ്ങൾ അമ്പലത്തിലൊക്കെ പോയിട്ട് വരാനെന്ന് പറയുന്നു. ഹൈമാവതി ഇപ്പോൾ പറയുന്നുണ്ട്, ഗംഗയുടെ മുഖം കണ്ടാൽ നല്ല തെളിച്ചമുണ്ട്, നല്ല സന്തോഷമുള്ളതുപോലെയൊക്കെ തോന്നുന്നുണ്ടെന്നൊക്കെ പറയുന്നു. എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ മഹിയും ഗംഗയും മാളുവിനെയും പറഞ്ഞു വിടുകയാണ്. മഹിയും ഗംഗയും മാളു പോയതിനു ശേഷം ശ്രേയ പറയുന്നുണ്ട്, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ. ഇന്ന് ക്ഷേത്ര ദർശനം കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ എല്ലാവരെയും തീർത്തിരിക്കുമെന്നൊക്കെ പറയുന്നു. ഹൈമാവതി അപ്പോൾ പറയുന്നുണ്ട്, നീ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ നിനക്ക് മഹിയെ നഷ്ടപ്പെടത്തില്ല എന്നൊക്കെ. ശ്രേയ അപ്പോൾ പറയുന്നുണ്ട്, ഇത്രയും കാലം ഞാൻ ആഗ്രഹിച്ചത് മഹിയേട്ടനെ സ്വന്തമാക്കാനാണ്. എനിക്ക് കിട്ടത്തില്ലെങ്കിൽ പിന്നെ ആർക്കും കിട്ടണ്ട എന്നൊക്കെ പറയുന്നു. എന്റെ മനസ്സ് ഇങ്ങനെയാകാൻ കാരണം ആ മഹിയേട്ടൻ തന്നെയാണെന്നൊക്കെ പറയുന്നു. ദേവയാനിയമ്മ എപ്പോൾ പറയുന്നുണ്ട്, ശ്രേയ പറഞ്ഞതിലും കാര്യമുണ്ട്. അവനാണെങ്കിൽ എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പൊ അവന്റെ ഭാര്യയുടെ വാക്ക് കേട്ടിട്ടാണ് അവൻ നടക്കുന്നത്. ഇക്കാര്യത്തിൽ ശ്രേയ പറഞ്ഞതിനോട് ഞാനും യോജിക്കുന്നുവെന്ന് ദേവയാനിയമ്മ പറയുന്നു. ശ്രേയ പറയുന്നുണ്ട്, ഞാൻ സ്കൂട്ടറിൽ പൊക്കോളാം, നിങ്ങളാണെങ്കിൽ കാറിൽ പുറകെ വന്നേക്കാനെന്ന് പറയുന്നു. എനിക്കൊരാളെ കൂടി അമ്പലത്തിന്റെ അവിടേക്ക് കൂട്ടിയിട്ട് വരാനുണ്ടെന്ന് പറഞ്ഞിട്ട് ശ്രേയ പോകുന്നു. അതേസമയം ഗംഗയും മഹിയും അമ്പലത്തിൽ ചെല്ലുന്നു. അതിനുശേഷം പരസ്പരം തുളസിമാലയൊക്കെ ഇടുന്നുണ്ട്. രണ്ടുപേരും വീണ്ടും മാലയിട്ട് കല്യാണം കഴിക്കുന്നത് കാണുമ്പോൾ മാളുവിന് ഒരുപാട് സന്തോഷമാക്കുന്നു. ഗംഗ പ്രസാദം രണ്ടുപേർക്കും തൊട്ട് കൊടുക്കുന്നുണ്ട്. അതേ സമയത്ത് ശ്രേയ ഒരു മെക്കാനിക്കലിനെയും വിളിച്ചുകൊണ്ട് വന്നിട്ട് മഹിയുടെ കാറിന്റെ ബ്രേക്ക് ഇല്ലാതാക്കുന്നു. ഗൗരിയുടെ ആത്മാവ് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. ഗൗരിയുടെ ആത്മാവ് അപ്പോൾ സ്വയം പറയുന്നുണ്ട്, എൻ്റെ ഗംഗയും മാളൂനെയും മഹിയേട്ടനെയും ഉപദ്രവിക്കാൻ ഞാൻ നിന്നെ സമ്മതിക്കത്തില്ല എന്നൊക്കെ. ഞാൻ അവർക്ക് കാവലായിട്ട് എപ്പോഴും ഉണ്ടാകുമെന്നൊക്കെ പറയുന്നു. അമ്പലത്തിലേക്ക് ഹൈമാവതിയും ദേവയാനിയമ്മയും വരുന്നുണ്ട്. മെക്കാനിക്കൽ വന്ന് ശ്രേയോട് പറയുന്നുണ്ട്, മേഡം പറഞ്ഞതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ട്, എനിക്കൊരു പ്രശ്നവും ഉണ്ടാകില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നു. ശ്രേയ അപ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾക്കൊരു പ്രശ്നവും ഉണ്ടാകത്തില്ല, നിങ്ങൾക്കുള്ള പൈസ അയച്ചേക്കാമെന്നൊക്കെ പറയുന്നു. മഹിയും ഗംഗയും മാളും വരുന്നത് നോക്കി ശ്രേയയും ഹൈമാവതിയും ദേവയാനിയമ്മയും മറിഞ്ഞു നിൽക്കുകയാണ്. ഗൗരിയുടെ ആത്മാവ് ഇതെല്ലാം കണ്ടതിന് ശേഷം മഹിയുടെ കാറിന്റെ ബ്രേക്ക് പഴയതുപോലെയാക്കുകയാണ്. മഹിയുടെ കാറിന്റെ ബ്രേക്ക് ശരിയാക്കിയതിന് ശേഷം ഗൗരി മനസ്സിൽ വിചാരിക്കുകയാണ്, ഇവർക്കൊരു പണി കൊടുക്കണമെന്ന്. എന്റെ മഹിയേട്ടന്റെ കാറിന്റെ ബ്രേക്ക് അല്ലേ നിങ്ങൾ കളഞ്ഞത്, അതേ ആയുധം തന്നെ നിനക്കും ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ശ്രേയ വന്ന സ്കൂട്ടറിന്റെ ബ്രേക്കും കളയുകയാണ് ഗൗരി. അമ്പലത്തിൽ തൊഴുത്തതിനൊക്കെ ശേഷം മഹിയും മാളും ഗംഗയും ഒരു മരത്തിന്റെ ചുവട്ടിലിരിക്കുന്നുണ്ട്. അതിനുശേഷം ഗംഗയും മഹിയും ആണെങ്കിൽ കുട്ടിക്കാലത്തെ കാര്യങ്ങളൊക്കെ പറയാണ്. മാളു ചോദിക്കുന്നുണ്ട്, കുട്ടിക്കാലത്ത് എന്തൊക്കെ കളികളാണ് നിങ്ങൾ കളിച്ചതെന്ന്. ഗംഗ കുട്ടിക്കാലത്ത് കളിച്ച കളികളെ കുറിച്ചൊക്കെ പറയുന്നു. ഗംഗ പറയുന്നുണ്ട്, എനിക്ക് ഒരേ ഒരു കൂട്ടുകാരൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് മഹിയേട്ടനായിരുന്നു എന്നൊക്കെ പറയുന്നു. മഹിയും ഗംഗയും കുട്ടിക്കാലത്തെ കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ്. ഒരുമിച്ച് നടന്നതും അമ്പലത്തിൽ പോയതും അതുപോലെ കളിച്ച് നടന്നതുമൊക്കെ ഓർക്കുന്നു. മാളു എല്ലാം കേട്ട് കഴിയുമ്പോൾ പറയുന്നുണ്ട്, ബാക്കി കഥയൊക്കെ കാറിലിരുന്ന് പറയാം, എനിക്ക് വിശക്കുന്നു, നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരെയും കൂട്ടിയിട്ട് പോകുന്നു. അമ്പലത്തിൽ നിന്നും മഹിയും മാളുവും ഗംഗയും വരുന്നത് കാണുമ്പോൾ ഹൈമാവതിക്കും ശ്രേയയ്ക്കും ദേവയാനിയമ്മയ്ക്കും സന്തോഷമാകുന്നു. മഹി ഗംഗയും മാളുവിനെയും കൂട്ടി കാറിൽ കയറി പോകുന്നുണ്ട്. ഉടനെ തന്നെ ശ്രേയ സ്കൂട്ടറിലേക്കും കയറുന്നു. ശ്രേയ സ്കൂട്ടറിൽ കയറിയിട്ട് ഹൈമാവതിയോടും ദേവയാനിയമ്മയോടും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ വരുന്നില്ല എന്ന്. ഹൈമാവതിയും ദേവയാനിയമ്മയും റോഡിലേക്ക് വരുന്നുണ്ട്. അതേസമയം ശ്രേയ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സ്കൂട്ടറിന്റെ ബ്രേക്ക് പോയത് കൊണ്ട് ശ്രേയ നിയന്ത്രണമില്ലാതെ വണ്ടി ഓടിച്ച് ഹൈമാവതിയും ദേവയാനിയമ്മയും ചെന്ന് ഇടിച്ചിടുന്നുണ്ട്. ശ്രേയയും താഴെ വീഴുന്നുണ്ട്. 3 പേർക്കും പരിക്ക് പറ്റുന്നുണ്ട്. 3 പേരും ബഹളം വെക്കുന്നുണ്ട്. ഗൗരിയുടെ ആത്മാവ് ആ കാഴ്ച കണ്ടിട്ട് പൊട്ടിച്ചിരിക്കുന്നുണ്ട്. 3 പേരും വീണ് കിടക്കുന്നിടത്ത് നിന്നും എഴുന്നേക്കാൻ ഒരുപാട് കഷ്ടപ്പെടുന്നു. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക്